ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, വീണ്ടും ഒരനുഗ്രഹീത ദിവസം കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നാം നടക്കേണ്ടുന്ന വഴിയിൽ പാതയ്ക്ക് ദീപമായി ഒരിടത്തും വീഴാതെ ഒരിടത്തും തളരാതെ ദൈവം കൽപ്പിച്ചാക്കിയ സ്ഥലത്തെത്തുവോളം നമ്മെ മുന്നടന്ന് നയിക്കേണ്ടതിന് തിരുവെഴുത്തിലൂടെ നമുക്ക് തരുന്ന എല്ലാ ദൈവാലോചനകൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായ ദൈവിക ദൂതിനായി നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാതോർക്കാൻ തുടങ്ങുകയാണല്ലോ. ദൈവവചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഇന്നും അറിയിച്ചുകൊണ്ട് എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും എപ്പോഴും തിരുമുമ്പിൽ വരുമ്പോൾ എൻ്റെ ഉള്ളം നിറച്ച് വചനം തന്ന് നിങ്ങളെ ആശ്ലേഷിപ്പാൻ തക്കവണ്ണം ദൈവിക ദൂതിനാൽ എന്നെ അലങ്കരിക്കുന്ന കർത്താവിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചനത്തിന് ആധാരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഞാൻ നിന്നോട് പറയും വരെ. യേശുക്രിസ്തുവിനെ ഉള്ളിൽ പേറാൻ ഭാഗ്യം ലഭിച്ച മറിയ, അവരെ സംരക്ഷിപ്പാൻ ദൈവം നിയോഗിച്ച യോസേപ്പ്, ആ കൊച്ചു കുടുംബം, ആ കുടുംബത്തോട് അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്ത വിശ്വസ്തതകൾ, പ്രത്യേകിച്ച് കർത്താവിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം, ഞാൻ ആ പറയുന്ന ഭാഷ നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ, ദൈവം അവരെ എത്ര ശ്രേഷ്ഠമായിട്ട് ഓരോ നിമിഷവും ഇഞ്ചോടിഞ്ച് ഓരോ കാര്യങ്ങളിലും എത്ര ശ്രദ്ധയോടെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്നത് ഒരു പഠന വിഷയം തന്നെയായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഞാനത് വായിക്കുമ്പോഴൊക്കെയും ആളുകളോട് പറയാറുണ്ട്, ആരുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ടോ, ആരുടെ അകത്തും മശിഹായുണ്ടോ, ആ കുടുംബത്തോട്, ആ ദമ്പതികളോട്, ആ വ്യക്തിയോട് മഹാദൈവത്തിന് വലിയ പ്രതിബദ്ധതയുണ്ട്. അവരെ നടത്താൻ, നയിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുമെന്ന കാര്യം ഇന്നും സ്പഷ്ടമായ കാര്യമാണ്. അന്ന് മറിയയുടെ ഉദരത്തിലാണ് യേശുവിനെ പേറിയെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് ദൈവമക്കൾ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴിച്ച് ഉള്ളിൽ പേറി മുന്നോട്ട് പോകുന്ന ദശലക്ഷക്കണക്കിന് വിശുദ്ധ ഗണങ്ങളുണ്ട്. അവരെല്ലാവരെയും നയിക്കുന്നത്, നടത്തുന്നത് സ്വർഗമാണ്. അതനുഭവിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നതിൽ ഭൂരിപക്ഷവുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വാക്യത്തിലെ പ്രസക്തമായ ഭാഗം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കട്ടെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശുക്രിസ്തുവിനെ ലക്ഷ്യം വെച്ച് ഹെരോദാവ് ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി, രാജാവായി പിറന്നവനെ ഉന്മൂലനാശം നടത്താൻ വേണ്ടി വിദ്വാൻമാർ പറഞ്ഞതനുസരിച്ച് ഹെരോദാവ് ഒരു നീക്കം നടത്തുകയാണ്. ഇത് ഹൃദയത്തിൽ ഹെരോദാവ് ഭാവന കണ്ടപ്പോഴേ സ്വർഗത്തിലിരുന്ന് ഗ്രഹിച്ച ദൈവം യോസേപ്പിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു, അമ്മയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പൊക്കൊള്ളുക. അതൊരു ജീവൻ മരണ ഓട്ടമാണ്. ശത്രു ചില കാര്യങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യുന്നു, ഇല്ലാതാക്കാൻ. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു. അണിയറയിൽ ചില കാര്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഭാവനാത്മകമായ രീതിയിൽ കരുക്കൾ നീക്കുന്ന സമയം, ആ പദ്ധതി പുറത്തു വരുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം യോസേപ്പിന് അറിയിപ്പ് കൊടുത്തു, മറിയയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പൊയ്ക്കൊള്ളുക. ദുരിതമാണ്, കഷ്ടമാണ്, ദീർഘദൂരമാണ് ഈ ഓടിപ്പോക്ക്. മിസ്രയീമിലേക്ക് ഓടിപ്പോകുക. എന്നിട്ട് ദൈവം അവിടെ ഒരു വാക്ക് പറഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി ചിന്തിക്കുന്നത്. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്,
ഞാൻ നിന്നോട് പറയും വരെ, ഞാൻ നിന്നോട് പറയും വരെ. പ്രിയരെ, ഈ വാക്ക് വായിച്ചപ്പോൾ ഞാൻ വേദപുസ്തക കഥാപാത്രങ്ങളെ പലരെ ഓർത്തുപോയി. വേദപുസ്തക കഥാപാത്രങ്ങൾ മാത്രമായിരിക്കില്ല, ഇന്നും എന്നെ കേൾക്കുന്ന നമ്മളീ പലരും, അതല്ലെങ്കിൽ നിങ്ങൾക്കറിവുള്ള പലരെയും സൂക്ഷ്മമായി വചനത്തിൻ്റെ കണ്ണാടിയിലൂടെ നിങ്ങൾ പരിശോധിച്ചാൽ ചില ഘട്ടങ്ങൾ, ഞാൻ ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കാം, മനുഷ്യ ജീവിതത്തിനകത്ത് ഇരുണ്ട കാലഘട്ടങ്ങൾ, ഡാർക്ക് ഏജസ്, നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി നാം വിചാരിക്കാത്ത സമയത്ത് ഓടിപ്പോകുക, നാം അറിയാത്ത സ്ഥലത്ത്, നമുക്കൊരു മുൻപരിചയമില്ലാത്ത സ്ഥലത്ത്, നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്ത്, നമുക്ക് യാതൊരു താല്പര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ ചിലപ്പോൾ തങ്ങേണ്ടി വരിക, അതും ദൈവം പറഞ്ഞിട്ട്. ഇങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും ഇരുണ്ട കാലഘട്ടം, നാം എവിടാന്ന് പോലും മറ്റുള്ളവർക്കറിയാത്ത, എന്തിനാണ് ഇവിടെ ഞാൻ ആയിരിക്കുന്നതെന്ന് പിടികിട്ടാത്ത, എത്ര കാലമായിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില പ്രത്യേക കാലങ്ങൾ, അതൊരായുഷ്കാലം മുഴുവനൊന്നും കാണില്ല കേട്ടോ, ദൈവം അനുവദിക്കുന്ന കാലം. ചരിത്രകാരന്മാർ അതിന് ഡാർക്ക് ഏജ് എന്ന് സാധാരണ വിളിക്കാറുണ്ട്. ഒരു ഇരുണ്ട കാലഘട്ടമാണ്. ഈ ലോക ചരിത്രത്തിന് ഇരുണ്ട കാലഘട്ടമുണ്ട്. എന്ന് തീരും, എപ്പോൾ തീരും, എങ്ങനെയായിരിക്കും എന്നൊക്കെ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വേദശാസ്ത്രിമാർ ഇരുണ്ട കാലഘട്ടമെന്ന് പറയുന്നൊരു പ്രത്യേക കാലഘട്ടം തന്നെ ഈ ലോക ചരിത്രത്തിനുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാലവും ഇരുണ്ട കാലഘട്ടമായിരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ചില പ്രദേശങ്ങൾക്ക് അങ്ങനെയുണ്ട്. നമ്മുടെ ഗലീലയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഗലീലയെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ കർമ്മകാണ്ഡമായി അറിയപ്പെടേണ്ട ആ പ്രത്യേക സ്ഥലം ഒരു കാലം മുഴുവൻ ഇരുട്ടിലായിരുന്നു, അന്ധതയിലായിരുന്നു, മരണനിഴലിലായിരുന്നു. പക്ഷെ ആ പ്രദേശം കാലാന്തകാലം മുഴുവൻ ഇരുണ്ട ദേശമായിരിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. ഒരു കാലം കഴിയുമ്പോൾ ദൈവം വെളിച്ചമയക്കുമെന്ന്. ഇനി വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ ഞാൻ ബൈബിളിൽ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. ഏലിയാവിനെ നിങ്ങൾക്കറിയാലോ. ദൈവം പറഞ്ഞിട്ടാണ് കെരീത്തിൽ പോയിരുന്നത്. ദൈവം പറഞ്ഞിട്ടാണ് വിധവയുടെ വീട്ടിൽ തങ്ങിയത്. ഒരു കൊടുങ്കാറ്റ് പോലെ ഏലിയാവ് തൻ്റെ ജന്മദേശത്ത് നിന്ന് ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിലേക്ക് വന്ന് അതിശക്തമായി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ അഠരാടി നിന്ന മനുഷ്യൻ, ആ മനുഷ്യനോട് പെട്ടെന്ന് പറഞ്ഞു, ഇനി ഇവിടെ എങ്ങും നിൽക്കണ്ട, പൊക്കോ, പോയി കെരീത്തിൽ പോയി ഒളിച്ചിരുന്നു. ഒരു കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം, ആരെയും കാണാത്ത, ആരും അടുത്തില്ലാത്ത, വയറ് നിറച്ച് ആഹാരം കഴിക്കാനില്ലാത്ത, കാക്ക കൊടുക്കുന്നത് കഴിച്ച് ജീവിച്ച ഒരു കൊച്ചു കാലഘട്ടം. ഇരുണ്ട കാലഘട്ടം എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല, പക്ഷേ അങ്ങനെ ചരിത്രത്തിൽ നിന്നൊരു പേര് കിട്ടിയത് കൊണ്ട് ഈ സന്ദേശത്തിൻ്റെ കൂടെ പറയുന്നതേ ഉള്ളൂ. ഒരു ഡാർക്ക് ഏജ്. യാക്കോബിൻ്റെ ജീവിതം നിങ്ങൾക്കറിയാലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടാരവാസിയായിരുന്ന അമ്മയെ ചുറ്റിപ്പറ്റി ഒരു കൊച്ചു ഉപഗ്രഹം പോലെ കറങ്ങി നിന്ന യാക്കോബിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർവശക്തൻ കൂടാരത്തിൽ നിന്ന് തുരുത്തി ഓടിക്കാനൊരു പദ്ധതി ഒരുക്കി. അങ്ങനെ പദ്ധനാരാമിലെ ലാബാൻ്റെ വീട്ടിലേക്ക്, അമ്മാച്ചൻ്റെ വീട്ടിലേക്ക്, അവിടെ കഠിനാധ്വാനമാണ്. മനസ്സറിവില്ലാത്ത അമ്മാച്ചൻ, യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്തൊരു മുതലാളി, ആടുകളെ ഏൽപ്പിച്ച് കണക്ക് പറഞ്ഞ് കാര്യങ്ങൾ നടത്തുന്ന ഒരു ധാർഷ്ട്യക്കാരനായ ജന്മി ലാബാൻ. ആ വീട്ടിൽ കുറേ കാലം, ഒരു ഇരുണ്ട കാലഘട്ടം യാക്കോബോടെ തങ്ങേണ്ടി വന്നു. ഇവരൊക്കെ പരിശോധിച്ചാൽ ഒരു ദിവസം ദൈവം അവരോട് പറഞ്ഞു, അങ്ങനെയാണല്ലോ ഇന്നത്തെ വാക്യത്തിൽ വായിച്ചത്, ഞാൻ നിന്നോട് പറയും വരെ, ഞാൻ നിന്നോട് പറയും വരെ. യോസേപ്പിനോടൊരു ദിവസം പറഞ്ഞു, ആ അധ്യായത്തിൽ തന്നെ ഒരു ദിവസം പറഞ്ഞു. 19-ാമത്തെ വാക്യം വിശുദ്ധ മത്തായി 2:19 ദൈവം പറഞ്ഞാ വിട്ടത്, ജീവിതകാലം മുഴുവൻ മിസ്രയീമിൽ പോയി രക്ഷപ്പെടാൻ നോക്ക്, ഇനി ഇങ്ങോട്ട് വരരുത് എന്നല്ല പറഞ്ഞത്, ഞാൻ പറയും വരെ. ഈ വാക്യം 13-ാം വാക്യമാണ്. 6 വാക്യങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവം പറഞ്ഞു തിരിച്ചു പോരെ, വെളിച്ചത്തിലേക്ക്, നിൻ്റെ ജന്മദേശത്തേക്ക്, നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക്,
നീ വളരേണ്ട സ്ഥലത്തേക്ക്, നിൻ്റെ കരിയർ ഡെവലപ്പാകേണ്ട സ്ഥലത്തേക്ക്, നീ വളരേണ്ട സ്ഥലത്തേക്ക് മടങ്ങിപ്പോരെ എന്ന് സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, എഴുന്നേറ്റു ഇവിടെ നിന്ന് എഴുന്നേറ്റ് പൊക്കോ എന്ന് ദൈവം പറഞ്ഞു. യാക്കോബിനോട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാവിൻ്റെ ദൈവമാണ്, ബഥേലിൻ്റെ ദൈവമാണ്, എഴുന്നേറ്റ് അപ്പൻ്റെ ദേശത്തിലേക്ക് പൊക്കോ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ദൈവം പറയും, നിൻ്റെ പ്രവാസം മതി, നിൻ്റെ ഇരുണ്ട ജീവിതം മതി, ഉത്തരം കിട്ടാത്ത ചോദ്യവുമായിട്ട് നീ കറങ്ങി നിൽക്കുന്നത് മതി, എന്ന്, എവിടെ, എപ്പോൾ എന്ന ചോദ്യവുമായിട്ട് ഭാരപ്പെട്ട് നിൽക്കുന്നത് മതി എന്ന് സ്വർഗം ഒരു ദിവസം പറയും. പ്രിയരെ, ഇതിനെല്ലാം അനിവാര്യമായത് എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ദൈവവുമായിട്ട് നല്ല ബന്ധം. യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ, കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങൾക്ക് വലിയ പ്രതിബദ്ധത. വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും ഉള്ളിൽ വചനമുണ്ടെങ്കിൽ, ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ, അകത്തൊരു പ്രമാണമുണ്ടെങ്കിൽ, ദൈവം കത്തിച്ച കൈത്തിരിയായ ഉള്ളിലെ ആത്മാവാം ദീപം കെട്ടുപോകാതിരുന്നാൽ ഒരു ദിവസം ദൈവം നിന്നോട് പറയും, എഴുന്നേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നടക്കുക എന്ന് പറയുന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം സ്വർഗം തരട്ടെ. നീ തലകുനിച്ചിരുന്നത് മതി, മച്ചിയായിരുന്നത് മതി, വരണ്ടിരുന്നത് മതി, നീ മനസ്സ് തളർന്നിരുന്നത് മതി. കൊട്ടച്ചോട്ടിൽ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ജീവിയെപ്പോലെ ഒരിട്ടാവട്ടത്തിൽ കറങ്ങി നിന്നത് മതി. എഴുന്നേറ്റ് ഞാൻ പറയുന്നിടത്തേക്ക് പോകുക, വരിക എന്ന് പറയുന്നൊരു ദിവസം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകട്ടെ. പരീക്ഷ എഴുതി കാത്തിരുന്ന് ഫയൽ കെട്ടുകളുമായി കയറിയിറങ്ങി നടന്ന് വാതിലുകളിൽ മുട്ടേലിരുന്ന് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് എപ്പോഴാണ് കർത്താവേ, എങ്ങനെയാണ് കർത്താവേ എന്നോർത്തിരിക്കുന്ന ദിവസങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം പറയും. അതിനുതകുന്ന വാക്യമാണ്, ഞാൻ പറയും വരെ, ഞാൻ നിന്നോട് പറയും വരെ. നമുക്കതിനായി ഒരുങ്ങാം, കാതുകൾ കൂർപ്പിക്കാം, അത്യുന്നതൻ്റെ വായിലേക്ക്, ആ മുഖത്തേക്ക് തന്നെ നോക്കാം. നിന്നോട് ദൈവം പറയും, അതുവരെ സഹിക്കണം. യോസേപ്പിനോട് ദൈവം പറഞ്ഞു, ഞാൻ പറയും വരെ നീ സഹിക്കണം, അത് കഴിയുമ്പോൾ നിന്നെ ഞാൻ സിംഹാസനത്തിലിരുത്തിക്കോളാം. പ്രിയരേ, ദൈവം പറയുന്നത് വരെ ഒരല്പം കൂടി സഹിക്കാമോ? ഒരു ദിവസം, ഈ അടുത്ത ദിവസം തന്നെ ദൈവം പറയും, മതി മോനെ മതി, നീ പുറത്തു വാ. അതിനായി കാതോർക്കാം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്കുകൾക്കായി സ്തോത്രം. അങ്ങ് പറയും വരെ എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ കാത്തു പാർക്കുന്ന ചിലരുണ്ടപ്പ. ഈ ദിവസങ്ങളിൽ അവരോട് പറയണേ പുറത്തു വരാൻ, ഇറങ്ങിപ്പോയിക്കൊള്ളാൻ. അങ്ങ് പറഞ്ഞാൽ പിന്നെ ആര് തടയാൻ? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറയുന്നത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.